ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 ഫെബ്രുവരി 27 വെള്ളിയാഴ്ച ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ആമലക്കി ഏകാദശിയാണ് വരുന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 27 പുലർച്ചെ 12:33 മുതൽ രാത്രി 10:32 വരെയാണ്. നെല്ലിമരത്തിനും നെല്ലിക്കയ്ക്കും ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ആംലകി ഏകാദശി. ആംല എന്നാൽ നെല്ലിക്ക എന്നാണ് അർത്ഥം. എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഒരു മഹത്തായ വൃക്ഷമാണ് ആംലക്കി, അതായത് നെല്ലിമരം. നിങ്ങൾക്കപ്പോൾ സംശയം ഉണ്ടാകാം, നെല്ലിക്ക പല തരത്തിലുണ്ട്. കയ്പുള്ള നെല്ലിക്കയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നെല്ലിക്ക ലേഹ്യമുണ്ടാക്കാനും പിന്നെ തേൻ നെല്ലിക്കയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന നെല്ലിക്ക നിങ്ങൾക്കറിയാം. ആ നെല്ലിക്കയാണ് നമ്മൾ ഭഗവാന് നിവേദ്യം വയ്ക്കുമ്പോൾ സമർപ്പിക്കേണ്ടത്. നെല്ലിമരം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ നെല്ലിമരത്തിന് ഏകാദശി ദിവസം നെല്ലിമരത്തിൻ്റെ ചുവടെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം തളിക്കുക. എന്നിട്ട് കുറച്ച് പാലെടുത്ത് ആ നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം നെല്ലിമരത്തിനെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ, ശ്രീകൃഷ്ണ പരമാത്മനേ നമ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രദക്ഷിണം വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞുകൊണ്ടും നമുക്ക് പ്രദക്ഷിണം വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. നെല്ലിമരത്തിൽ ത്രിമൂർത്തികളും ലക്ഷ്മി, പാർവതി, സരസ്വതി ദേവിയും മറ്റുള്ള എല്ലാ ദേവന്മാരും വസിക്കുന്നു എന്നാണ് വിശ്വാസം. ഇനി നമുക്ക് അമലകി ഏകാദശിയുടെ വ്രതകഥ നോക്കാം. പത്മപുരാണത്തിൽ ഈ വ്രതകഥയെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇപ്രകാരമാണ്. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാനോട് യുധിഷ്ഠിരൻ ഇപ്രകാരം ചോദിച്ചു: അല്ലയോ മാധവ, ഈ ഫാൽഗുണ മാസത്തിലെ ആമലക്കി ഏകാദശിയുടെ മാഹാത്മ്യം എന്താണ്? എന്താണതിൻ്റെ വ്രതകഥ? ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഈ വ്രതകഥ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് വസിഷ്ഠ മുനിയാണ്. കാരണം മന്ധാത എന്ന രാജാവ് വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു, എന്താണ് ഫാൽഗുണ മാസത്തിലെ ആമലക്കി ഏകാദശിയുടെ മാഹാത്മ്യം? അങ്ങനെ വസിഷ്ഠ മഹർഷി മന്ധാത രാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പത്മപുരാണത്തിൽ പരാമർശിക്കുന്നത്. വളരെ പണ്ട് വൈദിശം എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. ഈ രാജ്യം ഭരിച്ചിരുന്നത് ചൈത്രരഥൻ എന്ന രാജാവായിരുന്നു. ഇദ്ദേഹം വലിയ ഭക്തനും തൻ്റെ പ്രജകളോട് സ്നേഹവും കടപ്പാടും ഉള്ള രാജാവായിരുന്നു. ആ രാജ്യത്തെ പ്രജകളും അപ്രകാരം തന്നെയായിരുന്നു. എല്ലാവരും ദൈവഭക്തരും ആത്മാർത്ഥതയുള്ളവരും രാജാവിനെ സ്നേഹിക്കുന്നവരും ആയിരുന്നു. ആ രാജ്യത്ത് ആരും നിരീശ്വരവാദികളായിരുന്നില്ല. എല്ലാവരും ദൈവഭക്തരായിരുന്നു. ആ രാജ്യത്ത് കള്ളന്മാരോ നിരീശ്വരവാദികളോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വേദമന്ത്രങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന രാജ്യമായിരുന്നു അത്. അങ്ങനെ അവർ സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയോടെ ആ രാജ്യത്ത് ജീവിക്കുന്നു. രാജാവും പ്രജകളും രാജകുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ ഹരിഭക്തരായിരുന്നു. വിഷ്ണുഭക്തരായ ഇവർ ഏകാദശി വ്രതവും അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ആംലകി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിനായി രാജാവും കുടുംബവും പ്രജകളും ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഈ സമയം ഇവിടേക്ക് ദിവസം മുഴുവൻ അലഞ്ഞു നടന്നിട്ടും യാതൊന്നും തന്നെ കഴിക്കുവാൻ കിട്ടാതിരുന്ന ആ വേടന് വളരെയധികം വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് കണ്ട ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. എന്തെങ്കിലും അവിടെ നിന്ന് തനിക്ക് കഴിക്കുവാൻ ലഭിക്കും എന്ന ധാരണയിലാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. എന്നാൽ അവിടെ എത്തിച്ചേർന്ന വേട്ടക്കാരൻ എന്താണ് അവിടെ കണ്ടത്? വളരെയധികം ഭക്തിയോടെ ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലുന്ന ഒരു കൂട്ടം ആളുകളെയാണ് വേട്ടക്കാരൻ അവിടെ കണ്ടത്. ആ ദിവസം മുഴുവനും ഹരിഭക്തരായ രാജാവും മറ്റുള്ളവരും ചേർന്ന് ഹരിനാമകീർത്തനങ്ങൾ ഭക്തിയോടെ ചൊല്ലുന്നത് ഈ വേട്ടക്കാരൻ കണ്ടു. ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ചെയ്തു. ഇതെല്ലാം കൊണ്ട് ആ വേടൻ ക്ഷീണം മറന്നു, ദാഹവും മറന്നു, അതിൽ തന്നെ ലയിച്ചിരിക്കുകയായിരുന്നു വേട്ടക്കാരൻ. അങ്ങനെ വേട്ടക്കാരൻ അറിയാതെ ഈ പുരാതി കർമ്മങ്ങൾ കണ്ട് ഉറക്കമൊഴിഞ്ഞ് ആഹാരം കിട്ടാതെ അവിടെ
ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഉറക്കമൊഴിഞ്ഞും വിഷ്ണു ഭഗവാന്റെ നാമജപങ്ങൾ കേട്ടും അയാളും, അതായത് ആ വേട്ടക്കാരനും അറിയാതെ ആ വ്രതം അനുഷ്ഠിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ രാജാവും മറ്റെല്ലാവരും വൈദികത്തിലേക്ക് മടങ്ങി. വേട്ടക്കാരനും തൻ്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷം അയാൾ മരിച്ചുപോയി. എന്നാൽ അറിയാതെ തന്നെ ആമലകി ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ പുണ്യത്താൽ ഈ വേട്ടക്കാരൻ വിദുരഥൻ്റെ മകനായി പുനർജനിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് വസുരഥൻ എന്നായിരുന്നു. ഇദ്ദേഹം പിതാവിന് ശേഷം രാജാവായി. ഇദ്ദേഹം വിഷ്ണു ഭക്തനായിരുന്നു. ഒരിക്കൽ രാജാവ് വേട്ടയ്ക്കായി പോയി. എന്നാൽ കാട്ടിൽ വെച്ച് അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിതനായ അദ്ദേഹം ഒരു മരച്ചൂട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി. ഈ സമയം ഒരു കൂട്ടം കള്ളന്മാർ അദ്ദേഹത്തെ ആക്രമിക്കാനായി വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് സുന്ദരിയായ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ട് ആ കള്ളന്മാരെ കൊന്നു. ഉറക്കമുണർന്ന രാജാവ് അത്ഭുതപ്പെട്ടു. ഈ കള്ളന്മാരെ ആരാണ് വധിച്ചത്? അങ്ങനെ സ്തബ്ധനായി നിൽക്കുമ്പോൾ ആകാശത്തു നിന്ന് ഒരശരീരി കേട്ടു. ഭഗവാൻ ശ്രീഹരിയല്ലാതെ ആരാണ് അങ്ങയെ രക്ഷിക്കാനായുള്ളത്? അങ്ങ് വിഷ്ണു ഭക്തനല്ലേ? അപ്പോൾ ഭഗവാനാണ് അങ്ങയെ രക്ഷിച്ചത്. ഈ വ്രതകഥയിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ നമ്മൾ ഭക്തിയോടെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മെ സംരക്ഷിക്കും. ഇവിടെ ഈ രാജാവിൻ്റെ പൂർവ്വജന്മത്തിൽ ഒരു വേടനായിരുന്നല്ലോ ഈ രാജാവ്. അറിയാതെയാണെങ്കിൽ പോലും ഈ ആമലക്കി ഏകാദശി അനുഷ്ഠിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പുനർജന്മത്തിൽ രാജാവായി കിട്ടിയതും ആ രാജാവിൽ നിന്ന് ഭഗവാനിലേക്ക്, മോക്ഷത്തിലേക്ക് ഈ രാജാവ് എത്തിച്ചേർന്നതും. അതുകൊണ്ട് ഈ ഏകാദശി ആചാരാനുഷ്ഠാനങ്ങളോടെ ആചരിച്ചാൽ വളരെയധികം സൗഭാഗ്യത്തോടെ ജീവിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം നശിച്ച് ജീവിതാവസാനത്തിൽ മോക്ഷം പ്രാപ്തിയാണ് ഫലം. ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം. ഏകാദശി ദിവസം, അതായത് 2026 ഫെബ്രുവരി 27-ാം തീയതി വൈകുന്നേരം 5:02 മുതൽ പിറ്റേ ദിവസം പുലർച്ചെ 4:08 വരെ, അതായത് 28-ാം തീയതി 4:08 വരെയാണ് ഹരിവാസര സമയം. ഹരിവാസര സമയം എന്നാൽ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് ഹരിവാസര സമയം. ഈ സമയത്തുള്ള പ്രാർത്ഥന വളരെ ശ്രേഷ്ഠമാണ്. ഇനി എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. ഏകാദശി വ്രതം 3 ദിവസങ്ങളിലായാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമിക്ക് ഒരു നേരം മാത്രം ആര്യാഹാരം കഴിക്കേണ്ടതാണ്. മറ്റുള്ള 2 നേരങ്ങളിലും മറ്റെന്തെങ്കിലും ഗോതമ്പിലുള്ളതോ മറ്റ് ധാന്യങ്ങളിലുള്ളതോ എന്തെങ്കിലും കഴിക്കാം. എന്നാലും രാത്രിയിൽ ഫ്രൂട്ട്സും പാലും കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളിലും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് പ്രാർത്ഥന ചെയ്യാവുന്നതാണ്. ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് എണ്ണ തേക്കാതെ കുളിച്ച് 5 തിരിയിട്ട നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാനെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് തുളസിമാല ചാർത്തുക. ഭഗവാനെ നിവേദ്യം സമർപ്പിച്ചിട്ട് അത് പ്രസാദമായി നമുക്കും വീട്ടിലുള്ളവർക്കും കഴിക്കാവുന്നതാണ്. നിവേദ്യം സമർപ്പിക്കുമ്പോൾ ആരും മറക്കാതെ തന്നെ ആമലക്കി ഏകാദശി ആയതിനാൽ നമ്മൾ നെല്ലിക്ക നിവേദ്യമായി ഭഗവാനെ സമർപ്പിക്കേണ്ടതാണ്. നെല്ലിക്ക സമർപ്പിക്കുമ്പോൾ ലക്ഷ്മി ദേവിക്കും ഭഗവാനും സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ തുളസിയിലയും സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ ധാന്യങ്ങളായ മലർ, അവൽ, അരിപ്പായസം, പയർ പായസം ഇവ ഒന്നും തന്നെ പ്രസാദം ആയാലും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ഈ ധാന്യങ്ങളൊന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. വ്രതം അനുഷ്ഠിക്കുന്നവർ ആരും തന്നെ പകൽ ഉറങ്ങുവാൻ പാടില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമം, ശ്രീമദ് ഭാഗവത്ഗീത, ഭാഗവതം, ശ്രീമദ് നാരായണീയം, ഹരിനാമകീർത്തനം എന്നിവയെല്ലാം പാരായണം ചെയ്യാവുന്നതാണ്. ശുദ്ധ മനസ്സോടെ ഭഗവത് നാമങ്ങൾ ജപിച്ച് കഴിയുക. വ്രതം എടുക്കുന്നത് ജലം മാത്രം കുടിച്ചുകൊണ്ട് എടുക്കാം. അല്ലെങ്കിൽ
മിതമായി ഏകാദശിക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഓരോരുത്തരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, കപ്പലണ്ടി, ചൗരി, വീട്ടിലുണ്ടാക്കിയ കൂവപ്പൊടി അതായത് ആരോ റൂട്ട് പൗഡർ, ഇതിൽ ഏതെങ്കിലുമൊക്കെ മിതമായി കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം. ആമലകി ഏകാദശി ആയതിനാലും വെള്ളിയാഴ്ച ആയതുകൊണ്ടും നമുക്ക് കനകധാര സ്തോത്രം ചൊല്ലാവുന്നതാണ്. കുട്ടികൾ, വൃദ്ധർ, രോഗികൾ ഇവരാരും തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭഗവത് നാമങ്ങൾ ജപിച്ച് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ഇവർക്ക് വ്രതം അനുഷ്ഠിക്കാം. ദശമി ദിവസം തുളസിയിലകൾ പറിച്ച് വയ്ക്കേണ്ടതാണ്. എന്നാൽ ദശമിക്ക് ഏകാദശി തിഥി തുടങ്ങുന്ന ദിവസമാണെങ്കിൽ ഏകാദശി തിഥി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി തന്നെ തുളസിയിലകൾ പറിക്കേണ്ടതാണ്. ഏകാദശിക്കും ദ്വാദശിക്കും തുളസിയിലകൾ പറിക്കരുത്. തുളസിയിലകൾ സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും പറിക്കരുത്. കുലവാലായ്മ, പീരീഡ്സ് എന്നിവ ഉള്ളവർ ഒരിക്കലും തുളസിയിലകൾ പറിക്കരുത്. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. പാരണ ടൈം ഫെബ്രുവരി 28-ാം തീയതിയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ധാന്യങ്ങൾ എന്തെങ്കിലും കഴിക്കാം. വ്രതം ദ്വാദശിക്ക് അവസാനിപ്പിച്ചു എങ്കിലും അന്ന് നോൺ വെജ് ഒന്നും കഴിക്കാതെ വെജിറ്റേറിയനായി തന്നെ ഇരിക്കേണ്ടതാണ്. പാരണ ടൈം കേരളത്തിൽ 28-ാം തീയതി രാവിലെ 6:36 മുതൽ 10:35 വരെ, തമിഴ്നാട് 6:25 മുതൽ 10:23 വരെ, ഗോവ 6:53 മുതൽ 10:49 വരെ, ഉത്തർപ്രദേശ് 6:31 മുതൽ 10:23 വരെ, ആൻഡമാൻ നിക്കോബാർ 5:35 മുതൽ 9:33 വരെ, ദുബായ് 6:43 മുതൽ 10:36 വരെ, സൗദി അറേബ്യ 6:17 മുതൽ 10:09 വരെ, UK 6:59 മുതൽ 10:34 വരെ, സിംഗപ്പൂർ 7:15 മുതൽ 11:16 വരെ, മലേഷ്യ 7:24 മുതൽ 11:25 വരെ, USA 6:31 മുതൽ 10:13 വരെ, ചൈന 6:35 മുതൽ 10:18 വരെ. നിങ്ങളെല്ലാവരും ആമലകി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ.